മൊയ്തു സാറ്. ഈ മൊയ്തു അല്ല, എം മൊയ്തു. ഞാനാണ്. എന്റെ കാര്യം ഞാനൊരു രോഗിയുടെ കൂടെ നിൽക്കുന്ന ആളാണേ. സാർ എന്നെ അന്വേഷിച്ചെന്ന് സിസ്റ്റർ പറഞ്ഞു. അത് നിങ്ങളാണല്ലേ? അല്ല മനുഷ്യ, ഒരു മരുന്ന് മേടിച്ചു കഴിഞ്ഞാൽ 400 രൂപേൻ്റെ മരുന്ന് മേടിച്ചിട്ട് 500 രൂപ തന്നാ ബാക്കി 100 രൂപ മേടിക്കാണ്ട് അങ്ങോട്ട് പോവുക. ഇതാ പിടിച്ചോളി. അല്ല, ഞാൻ മരുന്ന് മേടിച്ചിട്ടില്ല. പിന്നെ മാധുരി സിസ്റ്റർ പറഞ്ഞല്ലോ. സിസ്റ്റർ പറഞ്ഞിട്ടാണ്. മാധുരി സിസ്റ്റർ അല്ല. പിന്നെ ഏതാ? സാറിനെ കാണാൻ പറഞ്ഞത് വേറെന്തോ ഒരു ചണ്ടാല ഭിഷുകി. അല്ല, അങ്ങനത്തെ ഒരു പേരാണ് സിസ്റ്ററിന്റെ. ഒരു വെളുത്തട്ട് ഇച്ചിരി തടിച്ച് മുഖമൊക്കെ ഉണ്ട പോലെ ഇരിക്കണേ. ചണ്ടാല ഭിഷുകി സിസ്റ്റർ ഇവിടെ ഇല്ല. ഇന്നിപ്പോ ഡ്യൂട്ടിയിലുള്ള രാധിക ഉണ്ട്, സോഫിയ ഉണ്ട്, സീനത്തുണ്ട്, പിന്നെ മണ്ടോതിരി. അത് തന്നെ മണ്ടോതിരിനെ കുറിച്ച് അങ്ങനെ ചണ്ടാല ഭിഷുകി എന്നൊക്കെ പറഞ്ഞ സിസ്റ്ററെ ഇതാ പോണ് വരി. കാണാൻ ഇയാൾ നിങ്ങളെ പേരൊക്കെ മാറ്റിക്കണ്. ചണ്ടാല ഭിഷുകി എന്നൊക്കെ ഞങ്ങളെ പേര് കിട്ടിയില്ല. ഇതേ നമ്മുടെ സുഗതനില്ലേ 307 പേഷ്യന്റ് ബൈസ്റ്റാൻഡർ ആണ്. നിങ്ങൾ ഡിസ്ചാർജ് ആണല്ലേ? ഒറ്റ മിനിറ്റ് ബില്ല് പറഞ്ഞുതരാം. മോനാങ്ങള് ശരി. അങ്ങനെ ബില്ല് 36,346 രൂപ. ബില്ലടിച്ചോ? ഇൻഷുറൻസ് ഉള്ളതാണ്. അത് ചെറിയൊരു വിഷയമുണ്ട്. നിങ്ങളുടെ ബില്ല് നമ്മൾ ഇൻഷുറൻസിലേക്ക് അയച്ച്, പക്ഷെ ഓരോ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് മെയിൽ ചെയ്തിരിക്കണ് ഇത് റീഇംബേഴ്സിബിൾ അല്ല എന്നറിഞ്ഞിട്ട്. അതെന്താ അങ്ങനെ? അത് ഇൻഷുറൻസ് ഉള്ളതല്ലേ, എല്ലാത്തിനും കിട്ടൂലേ അത്? അല്ല, അത് ഒരു പറയണത് എന്താ വെച്ചാൽ ഇവിടെ ശരിക്കും അഡ്മിറ്റ് ചെയ്യേണ്ട പേഷ്യൻ്റ് അല്ല, വേണ്ടാത്ത ടെസ്റ്റ് നടത്തി എന്നൊക്കെയാണ് ഒരു പറയണത്. അങ്ങനെ റിജക്ട് ചെയ്തപ്പോൾ ആവശ്യമില്ലാത്ത ടെസ്റ്റ് നടത്തിയിട്ടാണ് ഇവിടെ അഡ്മിറ്റ് ചെയ്തത്. അല്ലാതെ അങ്ങനെയല്ല, അത് അവരവരുടെ ഒരു നിയമം വെച്ച് അയച്ചതായിരിക്കും. പൈസ തരണ്ടല്ലേ ഞാൻ? അല്ലേ? അല്ല, പൈസ തരണല്ലോ. പൈസ ഇപ്പോൾ ഒരു തരുന്നില്ലെങ്കിൽ നിങ്ങൾ തരണല്ലോ, ബൈ ക്യാഷ് ആയിട്ട് നിങ്ങൾ തരണം. പൈസ ഞാൻ തരൂല. ഇൻഷുറൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ എല്ലാ ടെസ്റ്റും നടത്തിയത്. ആവശ്യമില്ലാതെയൊക്കെ ഞാൻ പറഞ്ഞല്ലേ അപ്പം തന്നെ ഒന്നും വേണ്ടെന്ന്. അല്ല, പൈസ നിങ്ങൾ തരില്ല എന്ന് പറഞ്ഞാൽ പൈസ തന്നില്ലെങ്കിൽ അച്ഛനെ കൊണ്ടുപോകാൻ പറ്റൂല. ശരി, അപ്പം അച്ഛനെ ഇവിടെ താമസിപ്പിക്കുമോ? അവിടെ നിന്നോളൂ. അപ്പോൾ ഭക്ഷണമൊക്കെ കൊടുത്തോളൂ അല്ലേ? ഭക്ഷണം കൊടുക്കണ്ടാവൂല. അയ്യോ, അപ്പോൾ ഭക്ഷണമൊക്കെ കൊടുക്കാതിരുന്ന അച്ഛൻ പട്ടിണി കിടന്ന് മരിച്ചു പോകില്ലേ? ചത്തു ഉറപ്പാണ്. അപ്പോൾ ബോഡി ഇവിടെ തന്നെ അങ്ങനെ സംസ്കരിക്കുമോ? എന്തൊക്കെ തമാശ മോൻ ചോദിക്കണേ. സംസ്കരിക്കൂല. അങ്ങനെ ആരും കൊണ്ടുപോകാത്ത ബോഡി ഞങ്ങൾ ഇവിടുത്തെ കുട്ടികൾക്ക് പഠിക്കാൻ കൊടുക്കല. മെഡിക്കൽ കോളേജ് കുട്ടിയൊക്കെ അങ്ങനെ ചെയ്യാം. വെറുതെ ഒന്നുമില്ലാത്ത അച്ഛനെ അതും ഇതും പറഞ്ഞ് ടെസ്റ്റ് ചെയ്തിട്ട് പൈസ അടക്കണമെന്നാ? എല്ലാത്തിനും ഞാൻ പൂട്ടിക്കും. ഞാൻ ഇൻഷുറൻസ് കമ്പനീനെ, ഹോസ്പിറ്റലിനെ. എന്താ നീയൊക്കെ വിചാരിച്ചത്? പൈസ ഞാൻ തരില്ല ഇവിടെ നിന്ന്. അച്ഛനെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. അല്ല, അത് അങ്ങനെയാണല്ലോ, ഡിസ്ചാർജ് ചെയ്യണതിന് മുമ്പ് പൈസ കൊടുക്കണമെന്നാണല്ലോ. കളിക്കല്ലേ നിങ്ങൾ, കളിക്കല്ലേ. ഇത് നിങ്ങൾ തമ്മിലുള്ള കരാറാണ്. നിങ്ങൾ ഞങ്ങളിവിടുത്തെ ജീവനക്കാർ മാത്രമാണ്. വന്ന് പെട്ടുപോയില്ലേ? പൈസ ഞാനിപ്പോൾ തരാം, പക്ഷെ എല്ലാത്തിനെയും ഞാൻ തൂക്കും. ഞാൻ ഇത് വെറുതെ ഇവിടെ ഒന്നും നിങ്ങൾ നോക്കണ്ട. എന്നാ കാർഡ് തരാം, ബില്ലടച്ചോ. വെറുതെ അങ്ങോട്ട് പോകുന്നവർക്കുണ്ടാ കേട്ടാ. മറിമായം.